അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നുകൊണ്ടല്ല നമ്മളെ ചാനലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളെ ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു കുറച്ചാൾ മുമ്പാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ടാണെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോക്ക് അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു. അപ്പം ഒരാഴ്ച നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ വാട്സപ്പും ടെലിഗ്രാമിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു 7 ദിവസം വീഡിയോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റോ അങ്ങനെയുള്ള കാര്യം ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ആ ഒരു സ്ട്രൈക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. സോ അതുകൊണ്ട് നമുക്ക് ഇനി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം. ഓക്കെ, എന്നാലും ചാനൽ ചെറിയൊരു റിസ്ക്കിലാണ്. അതായത് എന്താണ്, ഇനി നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 ആഴ്ച നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. പിന്നെ ഒരു രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പെർമനൻ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് തോന്നുന്നു. സോ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കിഡ്ലൻ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് എന്നാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ എന്താണ്, നമുക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് തന്നെ ചെയ്യേണ്ട വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി അങ്ങനെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് ഉള്ള വീഡിയോ ചെയ്യാൻ പിന്നെ എന്തായാലും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ഡെയിലി ആരുടെ സഹായം ഇല്ലാതെ സെൽഫായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡെയിലി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത് 2 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് വേണ്ടവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഒരുപാട് വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവും, എന്താ 2 രൂപ കിട്ടിയിട്ട് എന്തിനാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം അങ്ങനെ ആവശ്യമുള്ളവരുണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നല്ല ആപ്ലിക്കേഷനാണ് കേട്ടോ. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പേടിഎം ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 17 ഇംപ്രഷൻ ടാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ 2 ഇൻസ്റ്റാൾ ടാസ്ക് ആണുള്ളത്. അത് രണ്ടും അത് ഫുള്ളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 2 രൂപ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് മിനിമം റെഡീം എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 രൂപയാണ് മാക്സിമം റെഡീം ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾക്ക് നേരെ റെഡീം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് തുടർന്ന് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ ഗെയിമിംഗ് ചാനൽ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ അതിൽ കണ്ടന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാൻ, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാം. ഇനി കണ്ടന്റ് ഇട്ട് തുടങ്ങും. ഗീവ് അവേസ്, ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. എനിക്കിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ പാസ്ബുക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. പാസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ആ ഒരു പേടിഎമ്മിൻ്റെ പാസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ഫണ്ട് ടു എന്ന് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫണ്ട് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു ഐഡിയിൽ നിന്ന് കുറേ ആപ്ലിക്കേഷൻസിൻ്റെ പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് പ്രൂഫ് തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതാണ് പേയ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. 1 രൂപ റിസീവ് ആയതാണ്. മാക്സിമം റെഡി എന്ന് പറഞ്ഞാൽ 1 റുപ്പീസാണ് ഡെയിലി ഒരു റെഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിലുള്ള ആപ്പാണ്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ന്യൂസ് കാരണം അങ്ങനെ വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് സെൻട്രലായിട്ടൊരു ഐക്കൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ഫസ്റ്റ് കോളത്തിൽ നിങ്ങളുടെ നെയിം കൊടുക്കുക, പിന്നെ രണ്ടാമത്തെ കോളത്തെ മൊബൈൽ നമ്പർ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ തേർഡ് കോളത്തിൽ നിങ്ങളുടെ റെഫറൽ കോഡ്. അപ്പോൾ റെഫറൽ കോഡ് ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സ്ക്രീനിൽ തരുന്നില്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുന്നത് ഞാൻ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വലിയ കാര്യമൊന്നുമില്ല കൊടുത്തിട്ട്. ഓക്കെ, എന്നാലും ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു പാസ്വേഡ് അവിടെ കൺഫേം ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിവിടെ കൊടുത്ത ആ ഒരു പാസ്വേഡിനെ കൺഫേം ചെയ്താൽ മതി. മീൻസ് അവിടെ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ആ ഒരു ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അതിനുശേഷം നേരെ ഇതുപോലെ ഒന്നുകൂടി ലോഗിൻ ചെയ്യാനായിട്ട് പറയും. സോ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ആ ഒരു രണ്ടും കൊടുത്തതിന് ശേഷം ആ ഒരു ഗോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലോട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. അതായത് പേയ്മെൻറ്റ് സക്സസ് ടിൽ 11:56 AM 15th November. അതായത് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ഡേറ്റിൽ
11:56 വരെയുള്ള എല്ലാ പേയ്മെൻറ്റും അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പേയ്മെൻറ്റ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഏറ്റവും താഴെ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ടായിരിക്കും നിങ്ങൾ പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ടുഡേ വർക്ക്, മൈ ഗ്രൂപ്പ്, നോട്ടിഫിക്കേഷൻ, മൈ വാലറ്റ്, വിഡ്രോവൽ, സ്റ്റേറ്റ്മെൻറ്റ്, ഷെയർ ആപ്പ്, ഇങ്ങനെ ഒരു 7 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. സിമ്പിളാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ടുഡേ വർക്ക് എന്ന് പറഞ്ഞാലാണ് ഇവിടെ ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഡെയിലി ടാസ്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു മൈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരു കംപ്ലീറ്റ് ടുഡേ വർക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിവിടെ 17 ഇംപ്രഷൻ ടാസ്ക്കും അതുപോലെ തന്നെ 2 ഇൻസ്റ്റാൾ ടാസ്ക്കും ആണ് ഡെയിലി ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 17 ഇംപ്രഷൻ ടാസ്കിൽ ഞാൻ 2 ഇംപ്രഷൻ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളൊന്നും ചെയ്യാനില്ല, ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും, ഓക്കെ, അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഡ് വരുമ്പോൾ കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അത് എൻ്റെ പ്രശ്നം, ഡെവലപ്പറിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, അത് ചില ഈ ഒരു ഫേസ്ബുക്ക് ആഡ്സ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ വീണ്ടും ഞാൻ കാണാൻ പറ്റും അവിടെ 3 ഇംപ്രഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ ആഡ് വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സക്സസ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 8 എണ്ണം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇൻസ്റ്റാൾ ടാസ്ക് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു 8 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് വരികയാണ്. 8 ഇംപ്രഷൻ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം 8 ഇംപ്രഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. സ്റ്റാർട്ടിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും നൗ ഇൻസ്റ്റാൾ ഓൺലി പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ ആഡിൽ ക്ലിക്ക് ചെയ്ത് മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. അത് പ്ലേ സ്റ്റോറിൻ്റെ ആഡ് അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൻ്റെ ആഡ് വരുമ്പോൾ ഓക്കെ, അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൻ്റെ ആഡ് അല്ല, ജസ്റ്റ് കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും പ്ലേ സ്റ്റോറിൻ്റെ ആഡ് അല്ല. സോ ഞാൻ വീണ്ടും ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ആയിട്ടൊരു പ്ലേ സ്റ്റോറിൻ്റെ ആഡ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാളിന് ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അത് നമ്മളത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് നമ്മളൊരു 5 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ ഫിറ്റ്നസ് ആ ഒരു ഹെൽത്തിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകാം. ജസ്റ്റ് കട്ട് ചെയ്യാണ്. വെയിറ്റ് സെക്കൻഡ് കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ സക്സസ് എന്നുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാൾ ടാസ്കിൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇനി നമ്മൾ 17 ഇംപ്രഷൻ ആകുമ്പോൾ 17ാമത്തെ ഇംപ്രഷനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇൻസ്റ്റാൾ ടാസ്ക് കൂടി വരും. സോ ഇങ്ങനെയാണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി പോവുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനിയിപ്പോൾ വിഡ്രോയിൽ നോക്കാം. പിന്നെ ഒരു മൈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ആ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. റെഫറിങ്ങിന് വലിയൊരു എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് എയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഞാൻ ആദ്യമേ പറയാം. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഹോം പേജിൽ കണ്ട പോലെ തന്നെ ആ ഒരു പേയ്മെൻറ്റ് സക്സസ് ആയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻ ആയാലാണ് അവിടെ വരുന്നത്. നമുക്ക് എന്തായാലും വിഡ്രോയിൽ നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് മൈ വാലറ്റിൽ ക്ലിക്ക് ചെയ്തു. ഒന്ന് കാണാൻ പറ്റും ഞാനിപ്പോൾ ₹1 എയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ₹1 കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ₹1 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വിഡ്രോ ചെയ്യാം. അതിൻ്റെ ഒരു വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എമൗണ്ട് ഈസ് ഫിക്സഡ് ₹1. അതായത് ₹1 ഫിക്സഡ് ആണ്. അതിൽ മുകളിലോ അതിൽ താഴെ നിങ്ങൾ എൻ്റർ ചെയ്യാന്നുള്ള എമൗണ്ട് വിഡ്രോ ഇല്ല. ഓക്കെ, സോ ഞാനിപ്പോൾ 1 എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് ഡെയിലി ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്തപ്പോൾ പേടിഎം നമ്പർ എല്ലാം കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇവർ ജസ്റ്റ് ഇമെയിൽ അയച്ചാൽ മതി. ഓക്കെ, സോ ഞാനിപ്പോൾ 1 എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു. കാണാൻ പറ്റും യുവർ ബാലൻസ് വിൽ ട്രാൻസ്ഫർ വിത്തിൻ 1 ഹവർ. ഓക്കെ, 1 മണിക്കൂറിനുള്ളിലായിട്ട് തന്നെ ഒരു പേയ്മെൻറ്റ് തരുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പം സംഭവം ഇതാണ്. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പം വിഡ്രോയിൽ സക്സസ് ആയോ പെൻഡിങ് ആണോ അങ്ങനെയുള്ള കാര്യം കാണാൻ പറ്റും. സ്റ്റിൽ പെൻഡിങ് ആണ്. നമ്മളിപ്പോൾ തന്നെ വിഡ്രോയിൽ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു പേയ്മെൻറ്റ് അയച്ചു തന്നാൽ ഇവിടെ സക്സസ് ആയിട്ട് വരും. സോ ഇതാണ് ആ ഒരു സംഭവം. പിന്നെ ഇവിടെ ഷെയർ ആപ്പിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റഫറൽ കോഡ് അതിലൂടെ കാണാം. ഇതുവഴി നിങ്ങൾക്ക് 3 ലെവൽ ഏണിംഗ് കിട്ടും. അത് വലിയൊരു ഏണിംഗ് ഒന്നും കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം പോയാൽ മതി. ഓക്കെ, റെഫർ ചെയ്യാനായിട്ടൊന്നും ഞാൻ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നോക്കാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇത് എത്ര നാൾ വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾ എന്തായാലും ഡെയിലി നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വിഡ്രോ ചെയ്ത് പോവാം. ഇപ്പോൾ ഏതെങ്കിലും ദിവസം പേയ്മെൻറ്റ് കിട്ടാതായി കഴിഞ്ഞാൽ അധികം പണിയൊന്നും ഇല്ലല്ലോ, അധികം ടാസ്ക്കൊന്നും ഇല്ല, സിമ്പിളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാതായി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കറക്റ്റായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഓക്കെ,
അപ്പം എന്താണ് ഇത്രയുള്ള ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, ഡെയിലി ഒരുപാട് ഇങ്ങനത്തെ ഒരു 5-6 ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഡെയിലി നല്ല കുറച്ച് നിങ്ങൾക്ക് എയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കിയിട്ട് വെക്കാം. അതുപോലെ നമ്മൾ ഗെയിമിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.